ബോംബ് സ്ഫോടനങ്ങൾ കണ്ണൂരിൽ പുതിയ വാർത്തയല്ല. രാഷ്ട്രീയ കുടിപ്പകയിൽ ബോംബിനിരയായി മരിച്ചവരെക്കാൾ എത്രയോ കൂടുതലാണ് ഒന്നും അറിയാതെ നിന്ന നിൽപ്പിൽ പൊട്ടിത്തെറിയുടെ ഇരയായവർ. കണ്ണൂരിൽ ബോംബിനിരയായ നിരപരാധികളുടെ പട്ടിക അവസാനിക്കുന്നില്ല. വേലായുധൻ ആ പട്ടികയിലെ അവസാന പേരുകാരനാകുമോ? കാണാം നിഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. വഴിയരികിൽ കണ്ട പന്ത് തട്ടിക്കളിച്ച കുട്ടികൾ, മൺവെട്ടിയുമായി പണിക്കിറങ്ങിയവർ, ആക്രി സാധനങ്ങൾ വേർതിരിക്കാനിരുന്നവർ, വഴിയെ നടന്നുപോയവർ, ഒടുവിൽ തേങ്ങ പെറുക്കാൻ പോയ വയോധികൻ വരെ. നിന്ന നിൽപ്പിലുണ്ടായ പൊട്ടിത്തെറിയിൽ ജീവൻ പോയവരും കൈകാലുകൾ അറ്റുപോയവരും കാഴ്ച നഷ്ടമായവരും. ഡസൻ കണക്കിന് വരുന്ന ഈ ലിസ്റ്റ് അതിർത്തികളിൽ നിന്നോ നക്സൽ ബാധിത മേഖലകളിലെ കുഴിബോംബ് സ്ഫോടനങ്ങളുടേതോ അല്ല. കണ്ണൂരിൽ ബോംബ് സ്ഫോടനങ്ങളുടെ ഇരകളായ നിരപരാധികളുടേതാണ്. ഏപ്രിൽ 18 പാനൂർ പുരാറയിൽ ആക്രി പറക്കുന്നതിനിടെ കിട്ടിയ സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിച്ചപ്പോൾ പൊട്ടിത്തെറിച്ച് സൂര്യകാന്തി എന്ന നാടോടി ബാലിയയ്ക്ക് നഷ്ടമായത് ഇടത് കണ്ണും കൈപ്പത്തിയും. അച്ഛൻ ഗോവിന്ദനും പരിക്കേറ്റു. അതേ വർഷം ഒക്ടോബർ 26 പാനൂരിൽ ആക്രി സാധനങ്ങൾ പെറുക്കുന്നതിനിടെ സ്ഫോടനം. നാടോടി ബാലൻ അമാവാസിക്ക് നഷ്ടമായത് കൈപ്പത്തി. അതിനും 2 ദിവസം മുൻപ് ഒക്ടോബർ 24 ചമ്പാട് അരയാക്കൂലിൽ ബോംബ് പൊട്ടി 4 വിദ്യാർത്ഥികൾക്ക് പരുക്ക്. 1998 നവംബർ 21 പാട്യം കോങ്ങാറ്റയിലെ സുരേന്ദ്രന്റെ 2 കണ്ണുകൾക്കും മുറിവേറ്റത് വീടുപണിക്കിടെ മൺവെട്ടിക്കൊണ്ട് സ്റ്റീൽ ബോംബ് പൊട്ടിയതോടെ. 2000 സെപ്റ്റംബർ 27 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദിനം. ബോംബേറിൽ കാല് നഷ്ടമായ അസ്ന ഡോക്ടർ ആകുന്നതുവരെ സഹിച്ച വേദന കേരളം മറക്കില്ല. 2007 മെയ് 10 ആറള ഫാമിലെ വളയംചാലിൽ 7 വയസ്സുകാരി അഞ്ജുവിന്റെ വലത് കൈ അറ്റതും സഹോദരൻ 5 വയസ്സുകാരൻ വിഷ്ണുവിന് പരുക്കേറ്റതും ബോംബ് പൊട്ടിയാണ്. കളിക്കുന്നതിനിടെ കയ്യിലെടുത്ത ബോൾ പോലുള്ള വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. 2012 ഓഗസ്റ്റ് 20 ഇതര സംസ്ഥാന തൊഴിലാളി ജലാലുദ്ദീന്റെ ജീവനെടുത്തത് മാലിന്യം കത്തിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച ബോംബ്. 2012 ജൂലൈ 17 തൂവക്കുന്നിൽ പറമ്പിന്റെ മതിലിന്റെ കുഴിയെടുക്കവേ ബോംബ് പൊട്ടി കന്യാകുമാരി സ്വദേശി ബാബുവിന്റെ 2 കണ്ണുകളും. 2016 സെപ്റ്റംബർ 16 പാനൂർ വൈദ്യർ പീടികയിൽ ഐസ്ക്രീം ബോളിൽ ചവിട്ടിയപ്പോൾ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ 2 കുട്ടികൾ. 2019 ഏപ്രിൽ 3 ക്രിക്കറ്റ് കളിക്കിടെ പരിക്കേറ്റ മട്ടന്നൂർ പരിയാരത്തെ വിജിൽ. 2021 നവംബർ 22 ബോൾ എന്ന് കരുതി കയ്യിൽ കിട്ടിയ വസ്തു മുകളിലേക്ക് എറിഞ്ഞപ്പോൾ താഴെ വീണ് പൊട്ടിപ്പരിക്കേറ്റ പാലയാട്ടെ ശ്രീവർത്ത്. 2022 ജൂലൈ 6 ആക്രി സാധനങ്ങൾ ശേഖരിച്ച വീട്ടിൽ സ്റ്റീൽ പാത്രം തുറക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചു മരിച്ച ഫസൽ ഹക്ക്, മകൻ ഷഹിദുൽ എന്നിവർ. ഓർമ്മകൾ ഒന്നുകൂടി പുറകോട്ട് പോയാൽ പട്ടിക ഇനിയും നീളും. ബോംബെറിഞ്ഞു കൊന്നവരും എറിയുന്നതിനിടെ കൊല്ലപ്പെട്ടവരും നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരും രാഷ്ട്രീയ പാർട്ടികളുടെ രക്തസാക്ഷി ബലിദാനി പട്ടികകളിൽ കാണുമെന്നതിനാൽ ഇവിടെ പറയുന്നില്ല. അവരോളമോ അവരെക്കാളോ വരുന്നു ബോംബ് രാഷ്ട്രീയത്തിന്റെ നിരപരാധികളായ ഇരകളെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എരിഞ്ഞോളിയിലെ വേലായുധൻ എന്ന വൃദ്ധന്റെ ദാരുണ മരണം. ബോംബ് നിർമ്മിക്കുന്നതും ശേഖരിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നത് കണ്ണൂരിൽ പുതിയ സമവാക്യമൊന്നുമല്ല. കൊല്ലാനും ചാവാനും തുനിഞ്ഞിറങ്ങുന്നവർക്കൊപ്പം തന്നെ നിരപരാധികളായ മനുഷ്യരുടെയും ജീവൻ നഷ്ടമാകുന്നു എന്നത് പക്ഷേ അപകടകരമായ വസ്തുതയാണ്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.